ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഇടുന്നത്. ഇന്ന് നമ്മൾ പോണത് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോണത് സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലേക്കാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത്, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഐറ്റം കഴിച്ചത് പാലക്കാട് ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ആദ്യമായിട്ട് ഞാൻ പാലക്കാട് നിന്നാണ് ഞാൻ കഴിച്ചത്. അന്ന് തൊട്ടിട്ട് എനിക്ക് എപ്പോൾ നാട്ടിൽ പോയാലും ഞാൻ മറക്കാണ്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കാളെന്നാണ് ഇതിന് പറയുക. ഇപ്പം അടുത്ത് ഞാൻ കണ്ടതാണ് ഈ ഒരു സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയിൽ കാളൻ അവൈലബിൾ ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ എവിടെയെന്ന് എനിക്കറിയില്ല. പാലക്കാടാണോ എവിടെയാണെന്ന് എനിക്ക് സത്യം പറയാം കറക്റ്റ് ഏത് സ്ഥലത്തേന്ന് അറിയില്ല. പക്ഷേ പാലക്കാട് നിന്നാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചിരിക്കുന്നത്. തമിഴ്നാടാണല്ലേ? ഓക്കെ, തമിഴ്നാട്ടിലത്തെ ഒരു ഐറ്റമാണ് അത്ര ഈ കാളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്നത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏതൊക്കെ തരം, ഒരുപാട് തരം ഉണ്ട്. വെജ്, നോൺ വെജ്, അതായത് ചിക്കൻ ഉണ്ട് അല്ലേ, ചിക്കൻ, എഗ്ഗ്, വെജ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം എങ്ങനെയാണ് സംഭവം എന്ന്. പിന്നെ അത് മാത്രമല്ല, അവിടെ അരവണ പായസം, പിന്നെ തമിഴ്നാട്ടിൽ പഴനിയിൽ കിട്ടുന്ന പഞ്ചാമൃതമൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം എങ്ങനെയാണ്, എന്താണ് സംഭവം എന്ന്. ഓക്കെ, അപ്പോൾ സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറി. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് കേട്ടോ ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ മുവൈലയിലാണ്. കാണുന്ന പോലെയല്ല, ഉള്ളിൽ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും ഒരുപാട് പേര് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടവിഭവവും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റവുമായ കാളനും പിന്നെ നെയ്പായസത്തിൽ ഐസ്ക്രീമും ആയിട്ടുള്ള ഒരു കിഡു ഐറ്റവും ഞങ്ങൾ ഓർഡർ ചെയ്തു. വയറിൽ ഒരുപാട് സ്ഥലമില്ലാത്ത കാരണം ഈ 2 ഐറ്റത്തിൽ ഞങ്ങൾ നിർത്തിയിട്ടോ. അതുമാത്രമല്ല, പഴനി ടൈപ്പ് പഞ്ചാമൃതം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൂടി ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതന്ന് അവൈലബിൾ ആയിരുന്നില്ല. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത ഹൈപ്പ് പോലെ തന്നെ ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇരിക്കാൻ വേണ്ടി പോലും ഞങ്ങൾക്ക് 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇൻട്രോയിൽ ഞാൻ വലിച്ചു നീട്ടി പറഞ്ഞ ഐറ്റമാണ് ഈ കാണുന്നത് കാളൻ. തമിഴ്നാട് തന്നെയാണ് ഇതിൻ്റെ ഉത്ഭവം. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ് കേട്ടോ. കാളൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മഷ്റൂം എന്നാണ് അർത്ഥം. അതിൻ്റെ ഒപ്പം പലതരം വെജിറ്റബിൾസും എഗ്ഗും മീറ്റും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇത് വെജ്, നോൺ വെജ് എന്ന രീതിയിലെല്ലാം വിൽക്കപ്പെടുന്നത്. എന്തായാലും ഇതെൻ്റെ ഒരു ഇഷ്ടവിഭവം തന്നെയാണ് കേട്ടോ. അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കും ഇതെവിടുന്നെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും വയറ് നിറഞ്ഞ സന്തോഷത്തോടെ സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയോട് വിട പറഞ്ഞു. അതികഠിനമായ വേനലാണ് UAEയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകലിൻ്റെ ദൈർഘ്യം വളരെ കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇരുട്ട് വീണിട്ടില്ല. എന്തായാലും പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ബീച്ചിലൂടെയും പോയി കളയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഉമ്മൽ ക്വീൻ വാട്ടർ ഫ്രണ്ട് വെസ്റ്റ് ബീച്ചിലേക്ക് വന്നിരിക്കുന്നത്. ആഴ്ചയിൽ 1 എന്ന രീതിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ബീച്ചായിരുന്നു ഉമ്മൽ ക്വീൻ കൈറ്റ് ബീച്ച് സെൻറ്റർ. എന്നാൽ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ തിരക്കാണ്. പാർക്ക് ചെയ്യാൻ പോലും നമുക്ക് സ്ഥലം കിട്ടില്ല. ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ ഒരു ബീച്ച്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല. ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ തോന്നുന്നു. എന്തായാലും ആ ഒരു അവസരം ഞങ്ങളിപ്പോൾ പാഴാക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന് കുറച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വലിയ ആശ്വാസമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരെയും വീടെല്ലാം വിട്ട് ഇവിടേക്ക് വന്ന് താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ടൈമും നല്ല സംഭാഷണങ്ങളും വളരെ അനിവാര്യമാണ്. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും നമ്മളുടെ ഫാമിലി ആയിട്ടാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണാം.